ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഏട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. കുറച്ചധികം ദിവസമായി വന്നിട്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ എത്ര ദിവസം നിൽക്കാറില്ല തോന്നുന്നുണ്ട്. എന്തായാലും ഒരു നീണ്ട വിരുന്നായി, അതുകൊണ്ടായിരിക്കും പോകുമ്പോൾ ചെറിയൊരു പോവാ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ പോകാൻ തോന്നുന്നു, പിന്നെ 2 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഏട്ടൻ എന്തായാലും വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും, സ്വന്തം വീട്ടിൽ വന്ന് പോകുമ്പോൾ ഒരു ഇത്. അപ്പം എന്തായാലും ഇപ്പം സമയം ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ മക്കളെ ഉറക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അത് രാവിലെ മുതലൊരു സുഖമില്ല, അപ്പോൾ പിന്നെ രാവിലെ മുതലുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ചാലും പോരാ, ലഗേജ് ഒരുപാടുണ്ടാവും 3 ആളെയും കൊണ്ട് വരുമ്പോൾ. അതാണൊരു ബുദ്ധിമുട്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ പെറുക്കി ഞാൻ തന്നെ അടുക്കി വെക്കണം. അപ്പം ഇനിയിപ്പോൾ അമ്മ കൂടിയാലും എനിക്ക് എല്ലാ സാധനങ്ങളും എടുത്തോ എന്നുള്ളൊരിത്. കാരണം അവർക്ക് അവരുടെ മരുന്നും കാര്യങ്ങളും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡ്രസ്സ്, അപ്പം അങ്ങനെ എല്ലാം കൊണ്ടുവരാറുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് അവർ കാശിക്കൊക്കെ ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മെഡിസിനൊക്കെ എപ്പോഴും വേണം. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ കൊണ്ടുവരണം. എന്ന് വെച്ചാൽ പെട്ടെന്നൊരാവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊണ്ടുവരണ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്നിട്ട് തന്നെ എല്ലാം മറക്കും കേട്ടോ. എന്തെങ്കിലും മെയിനായിട്ടുള്ളതുണ്ടെങ്കിൽ ഞാൻ മറക്കും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഞാൻ ചിലപ്പോൾ ഇങ്ങോട്ട് വരിക പറയുമ്പോൾ 2 ദിവസം മുന്നേ പാക്കിങ് തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ആ ടൈം ആകുമ്പോൾ ഞാനത് മറക്കും. ഇപ്പോൾ പ്രാവശ്യം വരുമ്പോൾ എന്തൊക്കെയോ അവൻ്റെ തന്നെ 2 സാധനങ്ങൾ മറന്നിട്ട് വന്നിട്ട് പിന്നെ ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാം എടുത്ത് വയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ 1 മണിക്കൂർ മുന്നൊക്കെ തുടങ്ങും. പക്ഷെ വേണ്ടത് എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനം ഞാൻ അവിടെ ഇട്ടിട്ടാണ് പോവുക. പിന്നെ ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവരണം കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പം എന്തായാലും മക്കൾ ഉറങ്ങുകയാണ്. ഞാൻ അപ്പം അങ്ങനെ ഇന്ന് വീഡിയോ എടുക്കണം വിചാരിച്ചില്ല. പിന്നെ എന്തായാലും പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്നത് മൂടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ വലിയ അല്ലെങ്കിൽ നമ്മളിങ്ങനെ തോന്നാറില്ല പോകുമ്പോൾ. അല്ലെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ വേഗം പോകണമെന്ന് പറയുന്ന ആളാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എന്തോ അങ്ങനെ കുറേ ദിവസം നിന്നുകൊണ്ടായിരിക്കും. അപ്പം എന്തായാലും ബാക്കി പരിപാടികൾ നോക്കാം. ഏട്ടൻ വരും, ഏട്ടനാണ് വരുന്നത്. അപ്പോൾ ഏട്ടൻ ഓട്ടോയിലാണ് വരുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ വണ്ടി ഉണ്ട്. വണ്ടി ഏട്ടൻ പഠിക്കണില്ല കേട്ടോ. ഏട്ടന് സ്കൂട്ടിയാണ് ലോകം തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, 3 മക്കളാണ്. അവരെയും കൊണ്ട് നമുക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിലൊക്കെ നമുക്കൊരാളെപ്പോഴും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഏട്ടൻ തന്നെ പഠിക്കുകയാണെങ്കിൽ വണ്ടി ഉണ്ട്, അത് ഓടിക്കാനുള്ളതല്ലേ ഉള്ളൂ. പറഞ്ഞാൽ കേൾക്കണില്ല. അപ്പോൾ എന്തായാലും ഓട്ടോയിലായിരിക്കും വരിക. അപ്പോൾ വണ്ടി ഓടിക്കാൻ പഠിച്ച സത്യം പറഞ്ഞാൽ ഉപകാരമാണ്. കാരണം പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് എപ്പോഴും ഒരാളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുക പറഞ്ഞാൽ റിസ്ക്കാണ്. അപ്പോൾ ഏട്ടൻ പഠിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. പറഞ്ഞാൽ കേൾക്കണില്ല, പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ എന്തായാലും ബാക്കി പരിപാടികൾ നോക്കാം. ഇതാ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പാക്കിങ് തുടങ്ങിയിട്ട്. അപ്പോൾ മക്കളെ എണീക്കുമ്പോഴേക്കാണെങ്കിൽ പിന്നെ അവരിതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അവനെ കാശിക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. അഥവാ ഇനിയിപ്പോൾ അവന് തണുപ്പ് എന്തെങ്കിലുമായിട്ട് ശ്വാസമുട്ടും കാര്യങ്ങളും വന്നാലോചിച്ചിട്ട് എടുത്തിട്ട് വരുന്നതാണ് ഇതൊക്കെ. വേറെ കുറേ ഞാൻ എല്ലാ സാധനങ്ങളും ആക്കി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇതേപോലെ ഞാൻ എല്ലാം നുള്ളിപ്പെറുക്കി കൊണ്ടിട്ടോ. ഈ ഒരു സാധനം ഭയങ്കര സ്പെഷ്യലാണ്. വേറെ ഒന്നുമല്ല, വലിയ വിലയുള്ള സാധനമൊന്നുമല്ല. പക്ഷേ എൻ്റെ കെട്ടിയോന് ഞാൻ പറയാണ്ടിക്ക് മേടിച്ച് തന്ന സാധനമാണ്. അതുകൊണ്ട് ഭയങ്കര സ്പെഷ്യലാണ്. അല്ലെങ്കിൽ എൻ്റെ വായിൽ വെള്ളം വറ്റാൻ കേട്ടോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ. അതൊക്കെ പാക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹാൻഡ് ബാഗൊക്കെ മക്കൾ 2-3 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, 3 വർഷം കഴിഞ്ഞ് സാധനം വാങ്ങിയിട്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒഴിവാക്കാത്തതാണ് കേട്ടോ സംഭവം. പണി കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഞാൻ അങ്ങനെ എടുത്ത് വയ്ക്കുകയാണ്. കല്യാണത്തിന് മേടിച്ച ബാഗാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമുക്ക് യൂസൊന്നുമില്ല. കാരണം ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ എടുക്കലാണ്, നമ്മൾ വേറെ എവിടെയും പോകണില്ലല്ലോ. മക്കളെയും കൊണ്ട് പോകുമ്പോഴൊക്കെ ഇപ്പോൾ സഞ്ചി പോലത്തെ ബാഗ് വേണം. അല്ലാണ്ട് 3 ആളുടെ സാധനമൊന്നും കൊണ്ടുപോകാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ ഓക്കെ, എന്തായാലും നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ്. പക്ഷെ എന്തായാലും വേണ്ടപ്പെട്ട എന്തെങ്കിലും ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും കേട്ടോ, അത് വേറെ കാര്യം. അടുക്കളയ്ക്ക് വന്നപ്പോൾ അമ്മ കാര്യപ്പെട്ട് പണിയുണ്ട്. പയറും സോയാബീനൊക്കെ. അമ്മ രാവിലെ എണീറ്റപ്പോൾ നമുക്ക് ചിക്കൻ മേടിക്കണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പയറുപ്പേരി കഴിക്കാൻ തോന്നുന്നു, കുറച്ച് ദിവസമായി പറയുന്നു. അപ്പം അങ്ങനെ എനിക്ക് പയറുപ്പേരി സോയാബീനും വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ അവിടെ അടുത്ത് കടയിൽ പോയിട്ട് വാങ്ങി കൊടുന്നതാണ് കേട്ടോ. പിന്നെ നട്ടുച്ചയാണെങ്കിലും കുറച്ചായിട്ടുള്ളൊരു ശീലമാണ് കേട്ടോ ഈ ചായ കുടി. എന്താ വെച്ചാൽ ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ പുഴയിൽ പോയി അലക്കി വരുന്ന സമയത്ത് എല്ലാവരും കൂടി ഇരുന്നൊരു ചായ കുടിക്കും. ആ ശീലം ഇപ്പോഴും മാറിയിട്ടില്ല. ഉച്ചയാണെങ്കിലും വേണ്ടില്ല ചായ കുടിക്കട്ടോ. എനിക്ക് അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇത് ശീലമാണ്. അപ്പോൾ സമയമായി കഴിഞ്ഞാൽ അത് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യത്തിൽ ചായ കുടിക്കണവരെ കാട്ടി നാക്ക് പൊളിച്ചതാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ നല്ല ചൂടാറിയ ചായ കുടിക്കരുത്. പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടി കുടിച്ച് വലിയ ആളായതാണ്. അപ്പോഴേക്കിതാ നമ്മുടെ ദേവക്കുട്ടി ഉറങ്ങിയിട്ടേ ഇല്ല. നേരെ വേണം ഞാൻ ആട്ടി ഇത്ര നേരം അങ്ങനെ കിടത്തിയതാണ്.
കഴിഞ്ഞപ്പോഴേക്കും ആളെ എണീറ്റു. അപ്പോഴേക്കും തന്നെ നമ്മുടെ ചോറും സോയാബീനും പയറുപ്പേരി ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എൻ്റെ കൂടെ ചോറിനും കാശിക്കുട്ടനുണ്ടായിരുന്നു കേട്ടോ കമ്പനിക്കാവാൻ. പിന്നെ നമ്മൾ കൊടുക്കണത് കഴിച്ചോളും. എനിക്ക് ഏട്ടൻ വിളിച്ചു കേട്ടോ വരികയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ വേഗം അമ്മ മക്കൾക്ക് കഴിക്കാൻ കൊടുത്തു. നമ്മുടെ മെയിൻ പരിപാടി വരെ ഒരുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര റിസ്ക്കാണ് കേട്ടോ 3 ആളെ ഒരുക്കി എടുക്കാനായിട്ട്. ഒന്നാമത് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുക എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ അപ്പോൾ നമ്മളത് എടുത്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ പറഞ്ഞിട്ടാണ്. ഒന്നാമത് ഡ്രസ്സുകളൊക്കെ ചെറുതാവാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ പിറന്നാളിനൊക്കെ ഒരേപോലത്തെ കുറേ ഡ്രസ്സുകൾ കിട്ടിയിരുന്നു. അപ്പോൾ ഒക്കെ ചെറുതാവല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ കുത്തിക്കയറ്റിട്ട് കൊടുക്കണം. അവർക്കും ഇഷ്ടമല്ല കേട്ടോ. കുറച്ച് സമയം നമ്മളെ മടിയിൽ റെഡി ആയിട്ട് എനിക്കറിയാം ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും പോകാനായിട്ടാണ്. അതുകൊണ്ട് ടാറ്റ കൊടുക്കലും വണ്ടി വിടലൊക്കെ മുന്നേ തുടങ്ങി. അതാ അമ്പാടിക്കുട്ട അമ്മമ്മയ്ക്ക് ഉമ്മ കൊടുക്കാൻ പോകണ്ട. അമ്മ കുറേ പറഞ്ഞോട്ട് അമ്പാടീനെ അവിടെ നിർത്താമെന്ന്. വേറെ ഒന്നുമല്ല, അമ്പാടി ഭയങ്കര വികൃതിയാണ്, കാശീനെ നല്ലോണം കടിക്കും. അത് പേടിച്ചിട്ടാട്ടോ ഞാൻ അയക്കാനിട്ടാണ് ഇവിടെ നിർത്താനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ഏട്ടൻ വരുന്നുണ്ട്, തിരക്ക് കൂട്ടി വരികയാണ് കേട്ടോ. വേഗം പോകണം, പണിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കയറി വരുന്നത് തന്നെ. അപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യം പറയണ്ട, പിന്നെ നമ്മളെ വേണ്ട. എത്ര നമ്മൾ നോക്കിയാലും ഇതാട്ട അവസ്ഥ. അച്ഛൻ വന്നാൽ നമ്മളെ വേണ്ട അവർക്ക്. അപ്പോൾ ഇതാ നമ്മൾ റെഡി ആയിട്ടാണ് പോകാനായിട്ട്. ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടൻ അപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പം എന്തായാലും നമ്മൾ ഇവിടെ റോഡ് പണി കഴിഞ്ഞോണ്ട് വണ്ടി ഇങ്ങോട്ട് വരില്ല. നമ്മൾ ലഗേജൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം. കുറേ ഏറ്റാനുണ്ട്. പാലത്തിനോട് ഒരു പുഴ ഉണ്ട് ഞാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകണം. നല്ല വെയിലുമാണ്, ഉച്ച സമയമല്ലേ. അപ്പോൾ ഏട്ടൻ വർക്കില്ലാത്ത സമയം നോക്കി വന്നതാണ്. ഉച്ച കഴിഞ്ഞിട്ട് എന്തോ വർക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും പോകാൻ നോക്കട്ടെ. വിരുന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത മാസം എന്തായാലും വരും. അടുത്ത മാസം നമുക്കിവിടെ ചെറുതല്ല വലിയൊരു പരിപാടി ഉണ്ട്. അപ്പം എന്തായാലും അതിന് വരാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക്. നമ്മൾ ഈ നാട്ടിലത്രയും എല്ലാവർക്കും വേണ്ടപ്പെട്ട പരിപാടിയാണ് വരുന്നത്. അതിനെക്കുറിച്ചിട്ട് ഞാൻ പിന്നെ പറയാം. അപ്പം അതെന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതിനെന്തായാലും വരും. അപ്പോൾ അത് ഫെബ്രുവരി 21, 22, 23 ടൈമിലാണ് കേട്ടോ. അപ്പോൾ പോകാൻ നോക്കട്ടെ. അപ്പോൾ വണ്ടി കുറച്ച് അപ്പുറത്തായതുകൊണ്ട് നമ്മൾ ലഗേജൊക്കെ എടുത്ത് നടക്കണം കേട്ടോ. അതാണ് ഭയങ്കര വെയിൽ. ഏട്ടനാണെങ്കിൽ ഉച്ച സമയത്താട്ടോ വന്നത്. അപ്പോൾ മക്കൾ ഇതാ അമ്മച്ചനോടും അമ്മമ്മേനോടും യാത്രയൊക്കെ പറയുന്നുണ്ട്. അമ്മമ്മയ്ക്കാണെങ്കിൽ പോണതിൽ ഭയങ്കര വിഷമം. ഒന്നാമത് ഏട്ടൻ്റെ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അറിയില്ല. എത്ര ദിവസം നമ്മൾ നിന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ അമ്മമ്മ കരഞ്ഞ് ഞങ്ങളെയും കൂടി സങ്കടപ്പെടുത്തിയിട്ടാണ് വിട്ടത്. അപ്പോൾ അതാ കയറിയപ്പോഴൊക്കെ ഞങ്ങൾ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള സംഭവം പറയാതിരിക്കുകയായിരിക്കും നല്ലത്. ഇങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ഇതാ ഞങ്ങൾ ഇവിടെ തന്നെ എത്തി. അപ്പോൾ ചെക്കന്മാർ വന്നതും അവരുടേതായിട്ടുള്ള പരിപാടികൾ തുടങ്ങി കേട്ടോ. അവരുടെ സാധനങ്ങൾ എടുക്കണു, കളിക്കണു. അപ്പോൾ അതാ നമ്മളിവിടെ എത്തിയിട്ടോ. അപ്പോൾ വണ്ടിയിൽ നല്ല വൻ ടാസ്ക് ആയിരുന്നു. ഇതുവരെ വന്ന പോലെ അല്ല, ഭയങ്കര അലമ്പായിരുന്നു. 3 ആളും കൂടി എങ്ങനെയൊക്കെ ഇവിടെ എത്തിയതാണ്. അപ്പം ഇനിയിപ്പോൾ എന്താ പരിപാടി? മറ്റാൾക്കാർ ഉള്ളിൽ കയറുന്നില്ല കേട്ടോ. സിറ്റ് ഔട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു. എന്താ അറിയില്ല, ഉള്ളിൽ കയറാനൊരു മടി. അപ്പോൾ ഇനിയിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇത് കൊണ്ടാനില്ല കേട്ടോ പണി, തടുക്കാൻ അതിലും വലിയ പണിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പൊതുവേ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്നാൽ പിന്നെ സെറ്റാവാൻ കുറച്ച് സമയം എടുക്കും. അതങ്ങനെ ഉണ്ടെങ്കിൽ എപ്പോഴും അങ്ങനെയാണ്. അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.